പെൻഷൻ വിതരണം മുടങ്ങിയതിൽ വിശദീകരണവുമായി പൊന്നാനി സർവീസ് സഹകരണ ബാങ്ക് രംഗത്ത്. ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് ബാങ്ക് അധികൃതർ. സെലിബ്രേറ്റിംഗ് 50 years. മജസ്റ്റിക് ജുവല്ലേഴ്സ്. കഴിഞ്ഞ 10 വർഷമായി പൊന്നാനി നഗരസഭയിലെ 53 വാർഡുകളിലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് പൊന്നാനി സർവീസ് സഹകരണ ബാങ്കിനെയാണ്. നല്ല നിലയിലാണ് പെൻഷൻ വിതരണം ബാങ്ക് നടത്തുന്നത്. സംസ്ഥാനത്ത് തന്നെ നിലവിൽ ഏറ്റവും കൂടുതൽ പേർക്ക് പെൻഷൻ എത്തിച്ചു നൽകുന്ന ചുരുക്കം സ്ഥാപനങ്ങളിൽ ഒന്നാണ് പൊന്നാനി സർവീസ് സഹകരണ ബാങ്ക്. ഒരു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് ബാങ്കിന് അനുവദിച്ച തുക 1,83,44,200 രൂപയാണ് ബാങ്കിന്റെ അക്കൗണ്ടിൽ വരുന്നത്. 26/5/2026 ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്രയും തുക ട്രഷറിയിൽ നിന്നും കൈപ്പറ്റിയത്. വാർഡടിസ്ഥാനത്തിൽ 53 വിതരണക്കാർക്ക് വീതിച്ചു നൽകേണ്ടതുണ്ട്. അതോടൊപ്പം 9,825 ഗുണഭോക്താക്കളുടെ പെൻഷൻ വിതരണത്തിനുള്ള ലിസ്റ്റ് പ്രിന്റ് എടുത്ത് വാർഡടിസ്ഥാനത്തിൽ തരംതിരിച്ച് വിതരണക്കാർക്ക് നൽകുകയും ചെയ്യണം. ഓരോ വാർഡിലെയും പെൻഷൻ വിതരണക്കാരന് ആ വാർഡിലെ ഗുണഭോക്താക്കളുടെ എണ്ണത്തിനും തുകയ്ക്കും അനുസരിച്ച് ഓരോ വൗച്ചറുകളിലായി പണം നൽകണം. ബാങ്കിന്റെ പ്രവൃത്തി സമയത്ത് മാത്രമാണ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇത്തരത്തിൽ പണം വിതരണം ചെയ്യാൻ സാധിക്കുക. ചുരുക്കത്തിൽ ട്രഷറിയിൽ നിന്നും ബാങ്കിന് പണം ലഭ്യമായാൽ പോലും വിതരണത്തിന് സജ്ജമാകാൻ 24 മണിക്കൂർ സമയമെങ്കിലും തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. 27-28 ദിവസങ്ങളിൽ സർക്കാർ മുൻകൂട്ടി അവധി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ബാങ്കിന് പെൻഷൻ വിതരണം ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം സംജാതമാവുകയാണ് ഉണ്ടായത്. ഇത്തരം സാഹചര്യങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടെന്നും നാം ഓർക്കണം. സാമൂഹ്യ സുരക്ഷാ പെൻഷന് വേണ്ടി 22 കോടി രൂപയും KSRTC ജീവനക്കാരുടെ പെൻഷൻ വിതരണത്തിന് 1.75 കോടി രൂപയും മുൻ സർക്കാരിന് ബാങ്ക് നൽകിയിട്ടുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന് സഹകരണ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സഹകരണ രജിസ്ട്രാർ വിളിച്ചു ചേർത്ത യോഗത്തിൽ വെച്ച് 1 കോടി രൂപ കൂടി KSRTC പെൻഷന് വേണ്ടി നൽകിയിട്ടുള്ള ബാങ്കാണ് പൊന്നാനി സർവീസ് സഹകരണ ബാങ്ക്. സാമ്പത്തിക സുസ്ഥിരത അനുവദിക്കുന്നുവെങ്കിൽ ഇതിലും കൂടുതൽ തുക സർക്കാർ ആവശ്യപ്പെട്ടാൽ നൽകാൻ ബാങ്ക് തയ്യാറാണ്. സർക്കാരുകൾ മാറി മാറി വരും. നിലവിലുള്ള ഏത് സർക്കാരിന്റെയും ജനപക്ഷ നയങ്ങൾക്ക് കരുത്തു പകരുക എന്ന സമീപനമാണ് ബാങ്ക് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. കറയില്ലാതെ അത്തരത്തിലുള്ള പിന്തുണകൾ തുടരും. ആയതിനാൽ വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങളെ പൊന്നാനിയുടെ പൊതുസമൂഹം അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണമെന്നും ബാങ്ക് അധികൃതർ പറഞ്ഞു. മെയ് മാസത്തെ പെൻഷൻ 26-ാം തീയതി 1 മണിക്ക് ശേഷം ബഹുമാനപ്പെട്ട ജോയിന്റ് രജിസ്ട്രാർ ചെക്ക് ഒപ്പിട്ട് നൽകുകയും 3 മണിക്ക് ശേഷമാണ് അക്കൗണ്ടിൽ പണം എത്തുന്നത്. 1,83,00,000 പരം രൂപയാണ് അക്കൗണ്ടിലേക്ക് വന്നത്. രാവിലെ ഇൻഫർമേഷൻ വന്ന് 53 വാർഡുകളുടെ സ്ലിപ്പ് എടുക്കാൻ കൂടുതൽ സമയമെടുക്കും. വിതരണത്തിൻ്റെ സ്ലിപ്പ് എടുക്കുമ്പോൾ 5-6 മണിക്കൂർ കഴിഞ്ഞ് ആ സ്ലിപ്പ് പൂർത്തിയായി കിട്ടുള്ളൂ. 3 മണിക്ക് ശേഷം അക്കൗണ്ടിൽ കാശ് വന്നതുകൊണ്ട് അന്നേ ദിവസം 53 വാർഡിലും പെൻഷൻ കൊടുക്കാൻ കഴിയില്ല. ആക്ടിവിറ്റി ഗ്രൂപ്പ് അംഗങ്ങളെ വിളിച്ചു വരുത്തി ഇത് നൽകാൻ കഴിയാത്ത പ്രയാസം ബാങ്കിനുണ്ടായിട്ടുണ്ട്. ആ സ്ലിപ്പ് തന്നെ എടുത്തു തീർത്തത് പെരുന്നാളിന് അവധി ദിവസം ബന്ധപ്പെട്ട ജീവനക്കാരൻ ബാങ്കിൽ വന്നിട്ടാണ്. ഇന്ന് കാലത്ത് 10 മണിക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ റിക്വസ്റ്റ് കൊടുത്ത പണം കിട്ടുന്നത് 12 മണിക്കാണ്. രാവിലെ 9:30 മണിക്ക് ബാങ്ക് തന്നെ തനത് ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ വിതരണം ആരംഭിച്ചു. 12 മണിക്കാണ് ആ കാശ് കിട്ടിയത്. UDF ഒറ്റക്കെട്ടായിട്ടല്ലെന്ന് ഈ സമരം നടത്തിയത്. അപ്പോൾ അതിൽ തന്നെ വ്യക്തമാകുന്നത് അവരുടെ ഈ വസ്തുത 26-ാം തീയതി 3 മണിക്ക് ട്രഷറിയിൽ മാറിക്കഴിഞ്ഞാൽ 10,000-ഓളം വരുന്ന പെൻഷൻകാർക്ക് 51-ഓളം വരുന്ന ആക്ടിവിറ്റി ഗ്രൂപ്പുകാർ 53 വാർഡിലായിട്ട് 1,83,00,000 വിതരണം ചെയ്യാൻ പറ്റില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് പറയുമ്പോഴും 27-ാം തീയതി ഹോളിഡേ എന്നുള്ള കലണ്ടറിൽ എന്നോ വന്നതാണ്. 28-ാം തീയതിയാണ് കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചത്. ഈ 27-ാം തീയതി ഹോളിഡേ എന്ന് പറഞ്ഞുകൊണ്ട് 26-ാം തീയതി ഉച്ചയ്ക്ക് ഒരു അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പെൻഷൻ ഇത്ര 1,83,00,000 രൂപ വിതരണം ചെയ്യുക?
ഒരു കാഷ്യറോ ഒരു ക്ലർക്കോ, ഇനിയിപ്പോൾ 2 ആളെ വെച്ചിട്ട് പൈസയുടെ കാര്യമല്ലേ. അപ്പോൾ ബോധപൂർവമായി ഒരു വസ്തുത മനസ്സിലാക്കിയപ്പോൾ ഇതിൽ UDF നേതൃത്വത്തിൽ ഒരു വിഭാഗം പിന്മാറിയാലും ലീഗ് നടത്തിയത് ഒരു സമരാഭാസമാണ്. അത് ജനങ്ങൾ അതേപോലെ തള്ളിക്കളയും എന്നുള്ള കാര്യത്തിൽ ബാങ്കിന് യാതൊരു സംശയവുമില്ല. 26-ാം തീയതി നമുക്ക് മുഴുവനായിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. 27-ാം തീയതിയും കൂടി നമ്മൾ ഇരുന്നിട്ടാണ് പ്രിൻ്റ് എടുത്ത് തീർത്തത്. പിന്നെ നമ്മൾ ആക്ടിവിറ്റി ഗ്രൂപ്പ് അംഗങ്ങളെ എന്നൊക്കെ എല്ലാവരും അറിയിച്ച് ഇവിടെ എത്താനുള്ള സമയമൊന്നും നമുക്ക് അന്നേരം ഇല്ല. 3 മണിയോളമായി നമുക്ക് അക്കൗണ്ടിൽ പൈസ വന്നു എന്നുള്ള അറിയിപ്പ് കിട്ടിയപ്പോൾ നമ്മൾ 9:30 മണിക്ക് തന്നെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്.